ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് ലാർജസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ്. ആ പ്രോബ്ലത്തിൻ്റെ അൽഗോരിതവും ഫ്ലോ ചാർട്ടും എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം. അപ്പം 3 ഡിഫറെൻറ്റ് നമ്പേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അത് എയും ബിയും സിയും ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ ലാർജസ്റ്റ് നമ്പർ ഏതാണെന്ന് കണ്ടുപിടിച്ച് ആ വാല്യൂ നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ ആദ്യമേ നമ്മൾ എന്ത് ചെയ്തു? സ്റ്റാർട്ട് എന്ന് എഴുതി. രണ്ടാമത് എന്താണ്? ഡിക്ലെയർ വേരിയബിൾസ് എ ബി ആൻഡ് സി. അതായത് നമ്മുടെ അൽഗോരിതത്തിൽ നമ്മൾ ഏതൊക്കെ വേരിയബിൾസ് യൂസ് ചെയ്യുന്നുണ്ട്? എയും ബിയും സിയും 3 വേരിയബിൾസ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഈ സ്റ്റെപ്പ് ഓപ്ഷണലാണ്, അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി അടുത്തതെന്ന് പറയുന്നത് റീഡ് വേരിയബിൾസ് എ ബി ആൻഡ് സി. അതായത് എയിലേക്കും ബിയിലേക്കും സിയിലേക്കും നമ്മൾ എന്ത് ചെയ്യണം? വാല്യൂസ് റീഡ് ചെയ്യണം. 3 നമ്പേഴ്സ് നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. ഏതൊക്കെ നമ്പേഴ്സ് ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ യൂസറിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യണം? റീഡ് ചെയ്യണം. റീഡ് ചെയ്തിട്ട് ആ വാല്യൂസ് നമ്മൾ എവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്? എയിലും ബിയിലും സിയിലുമായിട്ട് നമ്മളത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പോവാണ്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ സിമ്പിളാണ് അല്ലേ? ഇവിടെ ഗ്രേറ്റർ ദാൻ സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ നമുക്കറിയാം ഒരു സമയം നമുക്ക് 2 വേരിയബിൾസിനെ മാത്രമേ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. എ ഗ്രേറ്റർ ദാൻ ബി അല്ലെങ്കിൽ എ ഗ്രേറ്റർ ദാൻ സി. അതേപോലെ ഒരേ സമയം 2 വേരിയബിൾസിനെ മാത്രമേ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്തു? എയും ബിയും കൂടി കമ്പയർ ചെയ്തു. അപ്പം ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി, എയും ബിയും കൂടി കമ്പയർ ചെയ്തു. എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ അല്ലെ, അത് ട്രൂ ആണെങ്കിൽ, എ ഗ്രേറ്റർ ദാൻ ബി ട്രൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? എയും സിയും കൂടി കമ്പയർ ചെയ്യണം. അപ്പം നമ്മൾ എന്ത് ചെയ്തു? എ ഗ്രേറ്റർ ദാൻ സി ആണോ എന്ന് ചെക്ക് ചെയ്തു. എ ഗ്രേറ്റർ ദാൻ സി ആണെങ്കിൽ ഏതായിരിക്കും വലിയ നമ്പർ? എ ഈസ് ദ ലാർജസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞ് നമ്മളത് പ്രിന്റ് ചെയ്തു, അല്ലെങ്കിൽ ഡിസ്പ്ലേ എ ഈസ് ദ ലാർജസ്റ്റ് നമ്പർ എന്ന് നമ്മൾ എഴുതി. ഇനി എ ഗ്രേറ്റർ ദാൻ സി അല്ല, എ ഗ്രേറ്റർ ദാൻ സി അല്ലെങ്കിൽ ഉറപ്പായിട്ടും എന്തായിരിക്കും? സി ആയിരിക്കും ലാർജസ്റ്റ് നമ്പർ. അപ്പം നമ്മൾ എൽസ് എഴുതിയിട്ട് എന്ത് ചെയ്തു? ഡിസ്പ്ലേ സി ഈസ് ദ ലാർജസ്റ്റ് നമ്പർ എന്ന് നമ്മൾ എഴുതി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് അത്രേ ഉള്ളൂ. ആദ്യം എയും ബിയും കൂടി കമ്പയർ ചെയ്തു. എയും ബിയും കൂടി കമ്പയർ ചെയ്തിട്ട് എ ഗ്രേറ്റർ ദാൻ ബി, എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ അടുത്ത കമ്പാരിസൺ എവിടെയാണ് വരുന്നത്? എയും സിയും കൂടിയാണ് കമ്പാരിസൺ വരുന്നത്. അപ്പോൾ നമ്മൾ ഏതൊക്കെ കമ്പയർ ചെയ്യണം? എ ഗ്രേറ്റർ ദാൻ സി ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. എ ഗ്രേറ്റർ ദാൻ സി ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതി? എ ഈസ് ദ ലാർജസ്റ്റ് നമ്പർ എന്ന് നമ്മൾ എഴുതി. അല്ലെങ്കിൽ നമ്മൾ എന്ത് എഴുതി? സി ഈസ് ദ ലാർജസ്റ്റ് നമ്പർ. അപ്പോൾ ആദ്യമേ നമ്മൾ എയും ബിയും കൂടി കമ്പയർ ചെയ്തു. അതിൽ വലിയ നമ്പർ നമ്മൾ കണ്ടുപിടിച്ചു. അത് എ ആണെങ്കിൽ, ഈ ഇത്രയും കോഡാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് കേട്ടോ. എ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? എയും സിയും കൂടി കമ്പയർ ചെയ്തു. എയും സിയും കൂടി കമ്പയർ ചെയ്തിട്ട് അതിൽ വലിയ നമ്പർ ഏതാണ്? ഇഫ് എ ആണെങ്കിൽ എ ഈസ് ദ ലാർജസ്റ്റ് നമ്പർ എന്ന് എഴുതി, അല്ലെങ്കിൽ സി ഈസ് ദ ലാർജസ്റ്റ് നമ്പർ നമ്മൾ പ്രിന്റ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ ഫോൾസ് കണ്ടീഷനാണ് നോക്കുക. അതായത് എ ഗ്രേറ്റർ ദാൻ സി അല്ല, സോറി, എ ഗ്രേറ്റർ ദാൻ ബി അല്ല, ഇതിൻ്റെ എൽസ് പാർട്ടാണ്. അതായത് ഈ കണ്ടീഷൻ ഫോൾസ് ആവുന്ന കേസിൽ ഓക്കെ. അപ്പോൾ ഇത് ട്രൂ ആവുന്ന കേസിൽ ഈ ബ്ലോക്കിലേക്ക് നമ്മൾ പോകുമെന്ന് പറഞ്ഞു. ഇത് ഫോൾസ് ആവുന്ന കേസിൽ നമ്മൾ എങ്ങോട്ട് വരും? നേരെ എൽസിലേക്ക് വരും. എൽസിലേക്ക് എന്ത് വന്നു? എ ഗ്രേറ്റർ ദാൻ ബി അല്ല, അപ്പോൾ വലിയ നമ്പർ ഏതാണ്? ബി ആണ്. അപ്പോൾ നമുക്കിനി ഏതൊക്കെ തമ്മിലാണ് കമ്പയർ ചെയ്യേണ്ടത്? ബിയും സിയും കൂടി. അപ്പം ബിയും സിയും കൂടി കമ്പയർ ചെയ്തു. എന്നിട്ട് ബി ഈസ് ദ ലാർജസ്റ്റ് നമ്പർ എന്ന് ആണെങ്കിൽ, ബി ഗ്രേറ്റർ ദാൻ സി എന്നുള്ളത് ട്രൂ ആണെങ്കിൽ ബി ഈസ് ദ ലാർജസ്റ്റ് നമ്പർ എന്ന് എഴുതി, അല്ലെങ്കിൽ സി ഈസ് ദ ലാർജസ്റ്റ് നമ്പർ നമ്മൾ എഴുതി. ഓക്കെ, അപ്പോൾ ഇതാണ് ലാർജസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഒന്നിൽ കൂടുതൽ എൽസ് സ്ട്രക്ചർ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ എത്ര എണ്ണം വേണമെങ്കിലും ഉള്ളിൽ നമുക്ക് ചെക്ക് ചെയ്ത് പോകാനായിട്ട് പറ്റും, കുഴപ്പമില്ല. അപ്പോൾ നമ്മളിവിടെ നോക്കേണ്ടത് ഇത്ര കാര്യമേ ഉള്ളൂ. കണ്ടീഷൻ ചെക്ക് ചെയ്ത് അതിൻ്റെ ഇഫും എൽസും എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് തന്നെ നമ്മൾ എഴുതാനായിട്ട് നോക്കുക. ഓക്കെ, ഈ ഇഫ് എ ഗ്രേറ്റർ ദാൻ ബിയുടെ ഇഫ് എന്ന് പറയുന്നത് ഇവിടെ കൊണ്ട് തീരും. ഓക്കെ, ഇത് ട്രൂ ആകുന്ന കേസാണ് എവിടെ വരുന്നത്? ഇവിടെ വരുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? ഇത് ട്രൂ ആണെങ്കിൽ ഇത്രയും സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. അത് ഫോൾസ് ആണെങ്കിൽ നമ്മൾ എങ്ങോട്ട് വരും? ഇങ്ങോട്ട് വരും. ഇത്രയും സ്റ്റേറ്റ്മെന്റ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇഫ് എൽസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത് എത്ര ഇഫ് എൽസ് വേണമെങ്കിലും നമുക്ക് ഒരു ഇഫിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് വേറൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യാം, ഒരു എൽസിൻ്റെ ഉള്ളിലും നമുക്ക് വേറൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും എഴുതാം. അത് അവിടെ നമുക്കൊരു പ്രശ്നമൊന്നും വരുന്നില്ല. കറക്റ്റായിട്ട് ട്രൂ ഏതാണ് ഫോൾസ് ഏതാണെന്നുള്ള കണ്ടീഷൻ മാത്രം നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ദെൻ എന്നുള്ള കീവേഡ് ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. അൽഗോരിതത്തിൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു നമുക്കവിടെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല, ഇങ്ങനെ എഴുതാവുള്ളൂ എന്നുള്ള കേസൊന്നും അവിടെ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ദെൻ എഴുതണമെങ്കിൽ എഴുതാം, ഇല്ലെങ്കിൽ അത് വിട്ട് കളഞ്ഞേക്കാം.
അപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്തു, എയും ബിയും കൂടി കമ്പയർ ചെയ്തു. എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, അത് ഇത്രയും ഈ പോർഷനിലാണ് വരുന്നത് കേട്ടോ. ഇത് ട്രൂ ആകുന്ന കേസിലാണ് ഇത്രയും പോർഷൻ വരുന്നത്. ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, എ ഗ്രേറ്റർ ദാൻ സി ആണോ എന്ന് ചെക്ക് ചെയ്തു. ആണെങ്കിൽ എ ഇസ് ദ ലാർജസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്തു, അല്ലെങ്കിൽ സി ഇസ് ദ ലാർജസ്റ്റ് നമ്പർ നമ്മൾ കൊടുത്തു. ഇനി ഇത് ഫോൾസ് അല്ലേ, ഇത് എസ് എന്നുള്ള കേസ് അല്ലെങ്കിൽ ട്രൂ എന്നുള്ള കേസ് വന്നു. ഇനി ഇവിടെ ട്രൂ അല്ല, എ ഗ്രേറ്റർ ദാൻ ബി അല്ല, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, ബി ഗ്രേറ്റർ ദാൻ സി ആണോ എന്ന് ചെക്ക് ചെയ്തു. ബിയും സിയും കൂടി കമ്പയർ ചെയ്തു. ബിയും സിയും കൂടി കമ്പയർ ചെയ്തിട്ട് അതിലെ വലിയ നമ്പർ ട്രൂ ആണെങ്കിൽ ഇതിലേക്ക് പോകും, ഫോൾസ് ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റിലേക്ക് നമ്മൾ പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് ലാർജസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ് എന്നുള്ളതിൻ്റെ അൽഗോരിതം എന്ന് പറയുന്നത്. അതിൻ്റെ ഫ്ലോ ചാർട്ട് നമുക്ക് നോക്കാം. ഈ രീതിയിൽ വരും. അപ്പോൾ ഇവിടെ റീഡ് എ ബി സി 3 നമ്പേഴ്സ് നമ്മൾ റീഡ് ചെയ്തു. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, എ ഗ്രേറ്റർ ദാൻ ബി ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തു. ഇവിടെ എസ് നോ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ തന്നെ ട്രൂ ഫോൾസ് കണ്ടീഷൻ ഏത് ഡയറക്ഷനിലാണ് പോകുന്നതെന്ന് നമ്മൾ പറയണം. എസ് നോക്കി പകരം ട്രൂ ഫോൾസ് എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി എ ഗ്രേറ്റർ ദാൻ ബി ട്രൂ ആണ്, എസ് ആണ് അല്ലേ, എ ആണ് വലുത്. അങ്ങനെ നമ്മൾ ഇത് തമ്മിൽ കമ്പയർ ചെയ്യണം. എ ഗ്രേറ്റർ ദാൻ സി കമ്പയർ ചെയ്തു. എ ഗ്രേറ്റർ ദാൻ സി ആണ് എങ്കിൽ നമ്മൾ എന്ത് പ്രിന്റ് ചെയ്തു, എസ് എന്നുള്ള ഡയറക്ഷനിലേക്ക് പോയിട്ട് എ എന്നുള്ള വാല്യൂ പ്രിന്റ് ചെയ്തു. നോ ആണെങ്കിൽ നമ്മൾ നോ എന്നുള്ള ഡയറക്ഷനിലേക്ക് പോയിട്ട് സിയുടെ വാല്യൂ പ്രിന്റ് ചെയ്തു. പിന്നെ ഈ കൺട്രോൾ ഫ്ലോ നേരെ എങ്ങോട്ടേക്ക് വരും, എൻഡിലേക്ക് പോകുന്നുള്ളൂ. ഇനി അടുത്തത് ഇവിടെ വരും. ഇവിടെ എ ഗ്രേറ്റർ ദാൻ ബി അല്ല, അത് ഫോൾസ് ആണ്. അപ്പം എസ് നോ എന്നുള്ള ഡയറക്ഷനിലേക്ക് പോവാം. നോയിൽ എന്ത് വരും, ബി ഗ്രേറ്റർ ദാൻ സി. ബി ഗ്രേറ്റർ ദാൻ സി ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യും, ബി എന്ന് പ്രിന്റ് ചെയ്യും. ബി ഗ്രേറ്റർ ദാൻ സി ട്രൂ അല്ല, ഫോൾസ് ആണെങ്കിൽ നമ്മൾ എന്ത് പ്രിന്റ് ചെയ്തു, സി പ്രിന്റ് ചെയ്തു, എന്നിട്ട് അത് എൻഡ് എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതാണ് എ ബി സി 3 നമ്പേഴ്സ് തന്നിട്ട് അതിൽ ലാർജസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാനായിട്ട്, അല്ലെങ്കിൽ ലാർജസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ് എന്നുള്ളതിൻ്റെ ഫ്ലോ ചാർട്ട്. അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ അൽഗോരിതം ഫ്ലോ ചാർട്ട് നമ്മളുടെ കമ്പാരിസൺ ഒക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് പറയാം ഒരു കാര്യം, ഈ ഫ്ലോ ചാർട്ട് അൽഗോരിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകുന്നതിനേക്കാളും ഈസി ആയിട്ട് നമുക്ക് എന്തിൽ മനസ്സിലാകും, ഫ്ലോ ചാർട്ടിൽ കാര്യം മനസ്സിലാകും. കുറച്ചും കൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമ്മൾ എന്ത് സഹായിക്കുന്നുണ്ട്, ഫ്ലോ ചാർട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി നോക്കുക, ബ്രാഞ്ചിങ് അല്ലെങ്കിൽ സെലക്ഷൻ സ്ട്രക്ചർ വരുമ്പോൾ നമ്മൾ പറഞ്ഞു ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്കേ പോകത്തുള്ളൂ. ഇപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ ഈ ഡയറക്ഷനിൽ കിടക്കുന്ന ഇത്രയും സ്റ്റേറ്റ്മെന്റ് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ, ഇങ്ങോട്ടേക്ക് പോകത്തില്ല. അതേപോലെ തന്നെ എ ഗ്രേറ്റർ ദാൻ ബി നോ ആണെങ്കിൽ അല്ലെങ്കിൽ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ നമ്മൾ ഈ ഡയറക്ഷനിലേക്ക് മാത്രം പോകും, ഇങ്ങോട്ടേക്ക് നമ്മൾ പോകത്തില്ല. അപ്പോൾ അത് കൂടി നമ്മൾ ഓർത്ത് വയ്ക്കുക. അവസാനം കൺട്രോൾ എല്ലാം കൂടി വരുന്നത് എങ്ങോട്ടേക്കായിരിക്കും, എൻഡിലേക്കായിരിക്കും വരുന്നത്. പ്രിന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാ കൺട്രോളും നേരെ എങ്ങോട്ട് തന്നെ വരും, എൻഡ് എന്നുള്ള സ്റ്റേറ്റ്മെന്റിലേക്ക് തന്നെ വരും. ഇനി ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും പ്രിന്റ് സി എന്നുള്ളത് 2 തവണയായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. അങ്ങനെ 2 തവണ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പം ഇങ്ങനെ എഴുതി എന്ന് പറഞ്ഞ് തെറ്റൊന്നുമില്ല. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഒരൊറ്റ തവണ ആക്കിയിട്ട് വേണമെങ്കിലും എഴുതാം. അത് ഒരൊറ്റ തവണയാക്കി എഴുതുമ്പോൾ നമുക്ക് ഇതിൻ്റെ വ്യത്യാസം നിങ്ങൾ സൂക്ഷിച്ച് മനസ്സിലാക്കിക്കോണം. ഇവിടെ ഡയറക്ഷനൊക്കെ മാറും കേട്ടോ. ഇവിടെ നേരെ എസ് എന്നും പറഞ്ഞ് ഈ ഡയറക്ഷനിലേക്കാണ് കൊടുത്തിരിക്കുന്നത്, ഇവിടെ നോ എന്ന് പറഞ്ഞ് ഈ ഡയറക്ഷനിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇത് തിരിക്കുക, ഒന്ന് തിരിക്കുവാണെങ്കിൽ നോ എന്നുള്ള ഡയറക്ഷൻ ഇങ്ങോട്ട് കൊടുക്കുവാണെങ്കിൽ പ്രിന്റ് സി ഈ ബ്ലോക്കിലേക്ക് തന്നെ നമുക്ക് ചേർത്ത് വരയ്ക്കാനായിട്ട് പറ്റും അല്ലേ. അതായത് ഈ ഒരു പ്രിന്റ് സി ഇവിടെ കിടപ്പുണ്ട്, പിന്നെ ഒരു പ്രിന്റ് സി ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ 2 പ്രിന്റ് സി എന്നുള്ള ആ കോഡ് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. എങ്ങനെ, ഇവിടെ നേരെ ഇങ്ങോട്ട് കൊടുക്കുക, എന്നിട്ട് നോ എന്നുള്ള കണ്ടീഷൻ ഇവിടെ കൊടുക്കുക, എസ് എന്നുള്ളത് ഇങ്ങോട്ടേക്കും വരയ്ക്കുക. അത് എസ് നോ എന്നുള്ളത് ലെഫ്റ്റിലേക്ക് പോകണോ റൈറ്റിലേക്ക് പോകണോ എന്നുള്ളതിന് നിർബന്ധമൊന്നുമില്ല. അത് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം, അങ്ങനെയൊന്നുള്ള കുഴപ്പങ്ങളൊന്നും അവിടെ ഇല്ല. അപ്പോൾ നമ്മളിവിടെ വന്നു നോ, രണ്ടും കൂടെ നോ എന്നുള്ളത് ചേർത്ത് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ 4 പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഒഴിവാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 3 എണ്ണം പ്രിന്റ് എ, പ്രിന്റ് ബി, പ്രിന്റ് സി എന്നുള്ള 3 എണ്ണത്തിൽ തന്നെ നിർത്താനായിട്ട് പറ്റും. അപ്പം ഫ്ലോ ചാർട്ട് ഏത് രീതിയിൽ വേണമെങ്കിലും വരയ്ക്കാം. അതിനെ പറഞ്ഞു അൽഗോരിതത്തിന് ഫ്ലോ ചാർട്ടിന് ഇങ്ങനെ വരയ്ക്കാവുള്ളൂ എന്നുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും അവിടെ പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കുക. എസ് എന്നുള്ളത് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ വരയ്ക്കാം, അതിലും നമുക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും വരയ്ക്കാം. നിങ്ങൾ മാർക്ക് ചെയ്യുന്ന ഡയറക്ഷൻ മാത്രം കറക്റ്റായിട്ടിരുന്നാൽ മതി. ഇവിടെ എസ് എന്ന് എഴുതി വെച്ചിട്ട് ഈ കണ്ടീഷൻ തെറ്റിപ്പോകരുത്. ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഫോൾസിൻ്റെ ആണെങ്കിൽ അവിടെ തെറ്റും. ഇവിടെ എസ് എന്ന് വരച്ചിട്ട് എസ് ആണെങ്കിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അത് തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക. നോ എന്നുള്ള ഡയറക്ഷനിലേക്കാണെങ്കിൽ നോ ആണെങ്കിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ആ സ്റ്റേറ്റ്മെന്റ് അവിടെ കറക്റ്റായിട്ട് കൊടുക്കുക. അതല്ലാണ്ട് തിരിച്ചെഴുതി വെക്കരുത്, അന്നേരം മാറിപ്പോകും. അതല്ലെങ്കിൽ നമുക്ക് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാൻ കുഴപ്പമില്ല.
അപ്പോൾ ഇതിലേത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ എടുത്ത് കാണിച്ചതേ ഉള്ളൂ. ഇതായിരിക്കും കുറച്ചും കൂടി എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് പഠിക്കുക. ബാക്കി ഇത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കൂടി ചേർത്തിട്ട് നോന്ന് വരച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ആരോ മാർക്ക് ഇട്ട് കാണിച്ചാൽ മതി. കറക്റ്റായിട്ട് ആരോ മാർക്ക് ഏത് ഡയറക്ഷനിലേക്ക് പോകുന്നു, എല്ലാം കൂടെ അവസാനം എൻഡിലേക്ക് വരണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് ഓർത്താൽ മതിയായിരിക്കും.